വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരാം. അതും കൂടുതൽ മുതൽ മുടക്കില്ലാതെയും ഒരു പൊളിച്ചുപണിയും കൂടാതെയും തന്നെ. എല്ലാവർക്കും എൻ്റെ ചാനൽ അഡ്വാൻസ്ഡ് വാസ്തു മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ സൗഭാഗ്യങ്ങളും സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? വാസ്തുദോഷങ്ങൾ പരിഹരിക്കുവാൻ, അതും പൊളിച്ചു മാറ്റാതെ നിങ്ങളുടെ വീട്ടിലെയും നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൻ്റെയും ഫാക്ടറി, ചെറിയ കടകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയും നിറം, രൂപം, സ്ഥാനനിർണയം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു. വീടിൻ്റെ ഏത് ഭാഗത്തും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ എങ്ങനെ പോസിറ്റീവ് എനർജിയെ കൂട്ടാമെന്നതിൻ്റെ ഉത്തമ മാർഗങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ വീട്ടിലെയോ വ്യാപാര സ്ഥാപനത്തിലെയോ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജിയെ കൊണ്ടുവന്നാൽ സൗഭാഗ്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ, കൂടാതെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ ഇത് സഹായകരമാണ്. എന്തുകൊണ്ടാണ് ചില വീടുകളിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, ആരോഗ്യ സംബന്ധമായ വിഷമങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇതിന് കാരണം വാസ്തുദോഷം ആകാം. നമ്മുടെ പുരാതന ജ്ഞാനവും ശാസ്ത്രീയത്വവും ചേർത്ത് വീട്ടിലെ വസ്തുക്കളെ ശരിയായ സ്ഥാനത്താക്കി ശരിയായ നിറം ഉപയോഗിച്ച് ശരിയായ ആകൃതി തിരഞ്ഞെടുക്കുമ്പോൾ വീട്ടിൽ സൗഭാഗ്യവും സന്തോഷവും ഉറപ്പാക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ, വീടും കുടുംബവും സമൃദ്ധിയോടെ വളരുവാൻ നമുക്ക് വാസ്തു പ്രമാണിച്ച് ജീവിച്ചു നോക്കാം. നിങ്ങളുടെ വീട്ടിലെ ആരോഗ്യവും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ബിസിനസ് ഗ്രോത്തും എന്നിവ മെച്ചപ്പെടുത്തുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഈ ചാനൽ നിങ്ങളുടെ ജീവിതത്തിന് വാസ്തുശാസ്ത്രത്തിൻ്റെ ശോഭ നൽകുന്നതിന് വേണ്ടി ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ വീടിൻ്റെ സെൻറ്റർ പോയിൻ്റ്, അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ഡയറക്ഷനാണ് വരുന്നതെന്നും ഒരു വീടിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഏതാണെന്നും നമുക്ക് കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വാസ്തുപുരുഷനെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അതോടുകൂടി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓം നമസ്തേസ്തു വാസ്തുപുരുഷായ ഭൂഷയാഭിർ പ്രഭു മതഗൃഹേ ധനധാന്യാദി സമൃദ്ധിം കുരു സർവദ. ഇതിൻ്റെ മലയാള വ്യാഖ്യാനം ഇങ്ങനെയാണ്: അല്ലയോ വാസ്തുപുരുഷ, നിങ്ങളെ ഞാൻ വണങ്ങുന്നു. ദയവായി എനിക്ക് സന്തോഷവും ഐശ്വര്യവും നൽകണമേ. എൻ്റെ ഭവനത്തിൽ ധനം, ധാന്യം എന്നിവ സമൃദ്ധിയായി നിലനിർത്തണമേ. ഇതാണ് വാസ്തുപുരുഷനോടുള്ള നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ഏതൊരു വസ്തുവിനും ഇങ്ങനെ ഒരു സമചതുരോ റെക്റ്റാങ്കിളോ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും ഒരു ആകൃതി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഡയറക്ഷൻ എങ്ങനെ നോക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു വര, അപ്പോൾ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ 4 കാർഡിനൽ ഡയറക്ഷനാണ് ഉള്ളത്. അപ്പോൾ കാർഡിനൽ ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇത് ഓരോന്നും 90 ഡിഗ്രിയിലാണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഒരു വസ്തുവിൻ്റെ ഏതൊരു വസ്തുവാണെങ്കിലും അതിന് എത്രയുള്ള 360 ഡിഗ്രിയിലാണ് അതിൻ്റെ കിടപ്പ്. അപ്പോൾ ഈ 4 കാർഡിനൽ ഡയറക്ഷൻ, അപ്പോൾ കാർഡിനൽ ഡയറക്ഷൻ 4 എണ്ണമാണുള്ളത്: നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. അപ്പോൾ ഇത് ഓരോന്നും 90, ഇത് 90, ഇത് 90, ഇത് 90. 90 × 4 360 അല്ലേ? അപ്പോൾ ഇതാണ് ഏതൊരു വസ്തുവിൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കൂടാതെ 4 ഡയഗണൽ ഡയറക്ഷനും ഉണ്ട്. അതാണ് ഇവിടെ നിന്നോട്ട്, ഇവിടെ നിന്നോട്ട്, ഇവിടെ നിന്നോട്ട്. ഇതാണ് 4 ഡയഗണൽ ഡയറക്ഷൻ. അപ്പോൾ ഡയഗണൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് കഴിയുമ്പോൾ നോർത്ത് ഈസ്റ്റ്,
പിന്നെ ഈസ്റ്റ് വരും, പിന്നെ സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇതാണ് ഡയഗണൽ ഡയറക്ഷൻ. അപ്പോൾ ഓരോ ഡയഗണൽ ഡയറക്ഷനും 45. അപ്പോൾ ഇത് രണ്ടായിട്ട് 90 ഡിവൈഡഡ് ബൈ 2 രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് 45 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാർഡിനൽ ഡയറക്ഷൻ 4 ഡയഗണൽ ഡയറക്ഷൻ 4. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇന്ന് 4 4 8 എന്നാൽ 8 ഡയറക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇതുകൂടാതെ ഇനി 8 സെമി ഡയഗണൽ ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ അത് ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ഓരോ ക്ലാസ്സിൽ ചെറിയ ചെറിയ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരാം. അപ്പോൾ 4 കാർഡിനൽ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റും, 4 ഡയഗണൽ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ 4 6 4 4 8 ഡയറക്ഷനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓർക്കും ചിലപ്പോൾ നോർത്ത് ഫേസ് ആയിരിക്കും, ഈസ്റ്റ് ഫേസ് ആയിരിക്കും, സൗത്ത് ആയിരിക്കും, ഇപ്പോൾ വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാർഡിനൽ ഡയറക്ഷനിൽ തന്നെ നമുക്ക് വീട് വയ്ക്കാവുന്നതാണ്. പിന്നെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിനാണ് ഇങ്ങനത്തെ ഒരു ഡയറക്ഷൻ നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വാസ്തുപുരുഷൻ ഇങ്ങനെയാണ് കിടക്കാറുള്ളത്. വാസ്തുപുരുഷൻ്റെ തല എപ്പോഴും നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഡയഗണൽ ഡയറക്ഷനായ നോർത്ത് ഈസ്റ്റിലാണ് തല വരുന്നത്. അപ്പോൾ വാസ്തുപുരുഷൻ എപ്പോഴും തല കമിഴ്ന്നാണ് ഒരു വാസ്തുവിൽ നമുക്ക് കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബുക്കിലൊക്കെ ബുക്കിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മയമതം, പിന്നെ വിശ്വകർമ്മ ബുക്ക്. അപ്പോൾ ഈ ബുക്കുകളൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഇത് അഡ്വാൻസ് കോഴ്സ് പഠിച്ചു, പിന്നെ അതിന് മുമ്പ് ബേസിക് കോഴ്സും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ചെറിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരിക്കും. വീക്കിലി ട്വൈസ് ഒക്കെ നോക്കാം. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം പതിയെ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം. അപ്പോൾ വാസ്തുപുരുഷൻ്റെ തല എപ്പോഴും ഇവിടെ നോർത്ത് ഈസ്റ്റിലാണ് തല എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ അമ്പലമൊക്കെ വെക്കുന്നത്, ഈശാന കോണെന്ന് പറയും. അപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അപ്പോൾ വാസ്തുപുരുഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ വാസ്തുപുരുഷൻ്റെ അപ്പോൾ സെൻറ്റർ പോയിന്റ് എങ്ങനെയാണ് കാണുന്നത് പറയാം. അപ്പോൾ സെൻറ്റർ പോയിന്റ് നോർത്ത് ടു സൗത്ത്, വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ജോയിൻ ആകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് സെൻറ്റർ പോയിന്റാണ്, ഇതാണ് ബ്രഹ്മസ്ഥാനം. ഓക്കെ, അപ്പോൾ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ്റെ പുക്കൾ. ഓക്കെ, ഇതാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ബ്രഹ്മസ്ഥാനം നമ്മുടെ പൊക്കിൾ കൊടി പോലെ. അപ്പോൾ ഒരു വസ്തുവിന് ഒരു വീടിന് അതിൻ്റെതായ, ചെറുതാണേലും വലുതാണേലും അതിൻ്റെതായ ഒരു ബ്രഹ്മസ്ഥാനമുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മസ്ഥാനം എപ്പോഴും നമുക്കത് ഇത്രയും സ്ഥലം നമുക്ക് എപ്പോഴും ഒഴിവാക്കിയിടണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചല്ലോ ഏതൊക്കെ 8 ഡയറക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മസ്ഥാനം എന്തുവാന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനം ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പം നമ്മൾ കാർഡിനൽ ഡയറക്ഷൻ നമ്മൾ വരച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ബിന്ദു അതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഒരു വസ്തുവിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ ബ്രഹ്മസ്ഥാനം നമ്മുടെ വാസ്തുപുരുഷൻ്റെ പൊക്കിൾ നാഭിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ബോഡിയെ വെച്ച് താരതമ്യപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ പൊക്കിൾ കൊടി, അതാണ് ബ്രഹ്മസ്ഥാനം. അപ്പോൾ ആ ബ്രഹ്മസ്ഥാനം എപ്പോഴും നമുക്ക് വളരെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും കാണുന്നവരെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ എനിക്ക് മുമ്പോട്ടുള്ള വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളൂ. അപ്പം എല്ലാവരും ഇത്രയും പഠിച്ചല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ പഠിക്കാം. 8 സെമി ഡയഗണൽ ഡയറക്ഷൻസ് ഉണ്ട്, അതും നമുക്ക് പഠിക്കാം.
അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.